ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങളെ പാടാൻ നിർബന്ധിക്കുന്നത്, ഞങ്ങളെ പ്രസംഗിക്കാൻ നിർബന്ധിക്കുന്നത്, ഞങ്ങളെ സുവിശേഷം അറിയിക്കുവാൻ നിർബന്ധിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുവാൻ നിർബന്ധിക്കുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നത് സ്നേഹമാണ്. നിർബന്ധം ഉണ്ടാകണമെങ്കിൽ ബന്ധം ഉണ്ടാകണം. ബന്ധത്തിൽ നിന്നും വരുന്നതാണ് നിർബന്ധം. ബന്ധമില്ലാത്തവരെ നിർബന്ധിക്കുവാൻ കഴിയുകയില്ല. പൗലോസ് പലയിടത്തും ഈ പദപ്രയോഗം നടത്തുന്നുണ്ട്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് നിർബന്ധമായി അറിയിക്കണം. ആത്മാക്കളെ നേടണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നതിൻ്റെ കാരണം, Christianity is not a religion. Christianity is the relationship. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഇതൊരു ബന്ധമാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കുള്ള യാത്രയല്ല ക്രിസ്ത്യാനിത്വം. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിമോചകനായ ക്രിസ്തുവിനോടുള്ള കണക്ഷനാണ്, ബന്ധമാണ് ക്രിസ്ത്യാനിത്വം. ഇതൊരു മാർഗമാണ്, ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു മതമല്ല. പള്ളിയിൽ പേരുണ്ടായത് കൊണ്ടോ രജിസ്റ്ററിൽ നിന്റെ പേരുണ്ടായത് കൊണ്ടോ നീ ദൈവമകനാകുന്നില്ല, ദൈവമകളാകുന്നില്ല, ക്രിസ്ത്യാനിയാകുന്നില്ല. ഇത് ഒരു ബന്ധമാണ്. ഇതൊരു ബന്ധമാണ്. ആ ബന്ധം നിത്യതയോളം തുടരുന്ന ബന്ധമാണ്. ഭാര്യയുമായുള്ള ബന്ധം, ഭർത്താവുമായുള്ള ബന്ധം ഖബർ വരെ, കല്ലറ വരെ, സെമിത്തേരി വരെ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളായിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധം നിങ്ങളുടെ മരണം വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ മരണത്തിനപ്പുറത്തും കല്ലറയ്ക്കപ്പുറത്തും തുടരുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് നീ വിശ്വസിച്ച, സ്വീകരിച്ച, ഏറ്റെടുത്ത യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ അവിടെ നിന്റെ ഭർത്താവിന് വരുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഒരുപക്ഷെ അവിടെ നിന്റെ ഭാര്യയ്ക്ക് വരുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഒരുപക്ഷെ അവിടെ നിന്റെ മക്കൾക്ക് വരുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ നീ ആരുമായി കണക്റ്റഡ് ആണോ, നീ അവൻ്റെ അരികിലെത്തും എന്നുള്ളതാണ് സത്യം. ഇവിടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും ഒരു മിനിസ്ട്രി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആ ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിപ്പിക്കേണ്ട പ്രേരക ഘടകം പാസ്റ്ററുടെ മുഖത്ത് തെളിയുന്ന ചിരിയോ, വ്യക്തികൾ നിങ്ങൾക്ക് തരുന്ന അപ്രീസിയേഷനോ അല്ല. ഉള്ളത്തിന്റെ ഉള്ളത്തിൽ നിന്ന് പറയണം, എനിക്കിത് ചെയ്യാൻ മേലെങ്കിലും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. കൈയടിക്കാൻ, പാടാൻ, പ്രാർത്ഥിക്കാൻ, സഭായോഗത്തിന് വരാൻ, ഉപവസിക്കാൻ, ആരാധിക്കാൻ, അവന് വേണ്ടി എല്ലാം ചെയ്യും.